It's me Shelias from Good Design. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഡിസൈനർ വെയറിന്റെ ഒരു നല്ല സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റം കാണിക്കാനാണ്. ആക്ച്വലി നമുക്കറിയാമല്ലോ ഡിസൈനർ വെയർ എന്നുള്ളത് യുണീക്ക് ആയിട്ട് ഒറ്റ പീസ് ഉണ്ടായി ഒരു ഡിസൈനറുടെ മനസ്സിൽ കാണുന്ന ഫസ്റ്റ് ഒരു ഡിസൈൻ അതായിരിക്കും. അതിൽ നമ്പേഴ്സ് ഓഫ് കളക്ഷൻസ് ഉണ്ടായിരിക്കില്ലേ, സിംഗിൾ പീസ് ആയിരിക്കും. അപ്പൊ അത് കാരണം തന്നെ ഞാൻ കാണിക്കുന്ന മിക്കവാറും പീസുകൾ കുറച്ച് കോസ്റ്റ്ലി ആവാറുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട്. 10K അബോ, 15K, 20K, 25K അത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഞാൻ കൂടുതൽ കാണിക്കാറുള്ളത്. നിങ്ങൾ ഒരുപാട് പേര് അതിന് എൻക്വയറി, പക്ഷെ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല, പറ്റില്ല. ചിലപ്പോൾ ചില ഫംഗ്ഷൻസിനൊക്കെ ഓക്കെ, ചില ആളുകൾ അത് ഓക്കെ ആയിരിക്കും. പക്ഷെ നോർമലി അത് ആളുകൾക്ക് ഇഷ്ടമാണ്. പക്ഷെ അങ്ങനത്തെ ഭയങ്കര റേറ്റ് ഉള്ള കാരണം ചൂസ് ചെയ്യാനും മടിയായിരിക്കും. അപ്പോൾ ഞാൻ വെച്ചു നമുക്കൊരു സ്പെഷ്യലായിട്ട്, പക്ഷെ ഡിസൈനർ വെയർ ആണ്, അതിന്റെ എല്ലാ പവിത്രതയും അതുപോലെ നിലനിർത്താനാണ് എനിക്കിഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വെച്ചൊരു 10 പീസ്, അതിന് കൂടുതൽ ഞാൻ ഓർഡർ എടുക്കില്ല. 10 പീസ്. കാരണം എനിക്ക് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകൾക്കും ഇഷ്ടമെന്ന് വെച്ചാൽ എന്റെ ഡ്രസ്സ് വേറൊരാളായിട്ട് കാണുന്നത് ഇഷ്ടമല്ല. നമ്മുടെ ആ ഒരു ഡ്രസ്സ് നമുക്കേ പാടുള്ളൂ എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് മെജോറിറ്റി ആളുകൾക്ക് ഉണ്ടായിരിക്കുക. അതാണ് ഇപ്പോൾ ഈ ഡിസൈൻ അല്ലെങ്കിൽ ബൊട്ടീക്സിന്റെ ഒക്കെ ഒരു എന്താ പറയാ നിലനിൽപ്പും, അല്ലെങ്കിൽ അതാണ് കൂടുതൽ ബൊട്ടീക്സുകൾ വരുന്നതും റീസൺ അത് തന്നെയാണ്. കാരണം നമുക്ക് സ്പെഷ്യലി നമ്മുടേതായിട്ടൊരു ഡിസൈൻ വേണം, അങ്ങനെയാണ്. അപ്പോൾ അത് വരുമ്പോൾ കോസ്റ്റ്ലി ആയിരിക്കും. കാരണം സ്പെഷ്യൽ ഡിസൈൻ ആണ്, സിംഗിൾ ഡിസൈൻ, അത് ആലോചിക്കാൻ ടൈം വേണം, ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്ന സമയത്തുള്ള ടൈമൊക്കെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി എല്ലാവർക്കും അത് വേണം എന്നുള്ള ഒരു മെസ്സേജ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം കുറച്ച് ചെയ്യും എത്താതൊക്കെ വെച്ചൊരു മെസ്സേജ് കാണാറുണ്ട്. പക്ഷെ നമുക്ക് അത് അങ്ങനെ പറ്റാറില്ല സിംഗിൾ പീസ് ആയത് കാരണം. അപ്പോൾ ഞാൻ കരുതി നമ്മുടെ ആനിവേഴ്സറി ഓൾമോസ്റ്റ്, നമ്മുടെ പുതിയ ഷോപ്പിന്റെ ആനിവേഴ്സറി May 5th അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓർഡർ എടുക്കാമെന്ന് കരുതുന്നുണ്ട്. ഒരു ഡിസൈൻ വെയർ ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഒരു 10 ഡിസൈൻ വെയർ കാണിക്കാനാണ് പ്ലാൻ ഉള്ളത്. ഇപ്പോൾ എന്നുവെച്ചാൽ ഫസ്റ്റ് ഓരോ ദിവസം ഓരോന്നായിട്ട് പ്രീ ബുക്കിംഗ് ആയിരിക്കും. 1 മന്തിന് ശേഷമായിരിക്കും ഡിസ്പാച്ചിങ് ഉണ്ടായിരിക്കും കേട്ടോ. സ്പെഷ്യലി നിങ്ങൾ നോട്ട് ചെയ്യണം, കാരണം അങ്ങനെ ആകുമ്പോഴേ നമുക്ക് പറ്റുള്ളൂ. സിംഗിൾ ഡിസൈൻ 10 പീസ്, അതിൽ കൂടുതൽ ഞാൻ ഓർഡേഴ്സ് എടുക്കില്ല. കാരണം അത് ഓവറായിട്ട് ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിലും എന്താണ് ആ ഡിസൈനർ വെയർ എന്നുള്ള ആ ഒരു അതിന്റെ ലാബിലേ മാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് കാണിക്കുന്നത് സ്പെഷ്യൽ ഷെയ്ഡാണ്, സ്പെഷ്യൽ ഡിസൈൻ ആണ്, യുണീക്ക് ഡിസൈൻ ആണ്. പിന്നെ അത് മാത്രമല്ല അതിന്റെ 10 പീസാണ് ഞാൻ ഓർഡർ എടുക്കുള്ളൂ. സ്പെഷ്യൽ പ്രൈസ്, അതാണ് മെയിൻ ഹൈലൈറ്റ്, സ്പെഷ്യൽ പ്രൈസ്. ഇതിങ്ങനെ എനിക്ക് ചെയ്യാനായിട്ടുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 10 പീസാണ് ഞാൻ ഓർഡർ എടുക്കണമെന്ന് പറഞ്ഞില്ല. അപ്പൊ ബൾക്ക് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല. മാക്സിമം സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഒരു റേറ്റിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. 6900. ഇത് കേൾക്കുമ്പോൾ ആളുകൾ പറയും ഇത്ര റേറ്റ് അത് പറയും. ഇത് നിങ്ങൾക്ക് അറിയണം, അറിയുന്ന ആളുകൾക്ക് അറിയാം. ഇത് ഡിസൈൻ ചെയ്യുന്നതാണ്, കസ്റ്റമൈസ് ചെയ്യുന്ന പോലെ നമ്മൾ ഡിസൈൻസ് പുതിയത് ക്രിയേറ്റ് ചെയ്തെടുക്കുമല്ലോ, അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. കോസ്റ്റ്ലി ആണ്, ഫുള്ളി ഹാൻഡ് വർക്ക്ഡ് ആണ്, പക്ഷെ കൈകൊണ്ട് ഫുള്ള് ചെയ്തിട്ടുള്ളതാണ്. ഒന്നും മെഷീൻ വർക്കുകളൊന്നും അല്ല കേട്ടോ. മെറ്റീരിയൽ നല്ലതാണ്, ടിഷ്യൂ ടൈപ്പിൽ വരുന്നതാണ്, സോഫ്റ്റ് വിസ്കോസ് ടിഷ്യൂവിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ക്രേപ്പ് ജോർജറ്റാണ് ദുപ്പട്ട വരുന്നത്, അത് ഡബിൾ ഷെയ്ഡഡ് ആണ്, സ്പെഷ്യൽ ഷെയ്ഡും ആണ് കേട്ടോ. 6900. 1 മന്തിന് ശേഷമായിരിക്കും ഡിസ്പാച്ചിങ് ഉണ്ടായിരിക്കും. 10 പീസ് ഓർഡർ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഡിസൈൻ ആണ് എന്നത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 10 ഡിസൈൻസ് ഞാൻ കാണിക്കും. ഇന്ന് ഫസ്റ്റ് ഡിസൈൻ ആണ്. അപ്പോൾ ഇത് നോർമലി നമ്മൾ കോസ്റ്റ് ചെയ്യുന്നത് 15K എബോവ് റേഞ്ചിൽ, 15ന്റെ ആ ഒരു ലെവലിൽ വരുന്നതാണ്. ഇത് ടിഷ്യൂ ഓർഗൻസ് ആണ്. ടിഷ്യൂ ഓർഗൻസ് ആണ്, വിസ്കോസ് ടൈപ്പിൽ വരുന്നത്, ഭയങ്കര ഫൈൻ ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. നെക്ക് പാർട്ട് ഇതുപോലെ ഒരു പാരലൽ ലൈനാണ്. നോർമലി നമ്മളിപ്പോൾ എല്ലായിടത്തും കാണുന്നത് ഗോൾഡൻ ആൻറ്റിക് അല്ലെങ്കിൽ ഗോൾഡൻ വർക്കുകളാണല്ലോ. അപ്പോൾ അതൊരു എപ്പോഴും കണ്ട് നമുക്കൊരു അതിൻ്റെ ആ ഒരു ലുക്ക് പോയി കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ ടോൺ ടു ടോൺ ഷെയ്ഡിൽ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് ആഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല പ്രീമിയം ലെവലിൽ വരുന്ന സീക്വൻസുകളും ബീഡ്സും ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒന്നും ഈ ബീഡ്സിൻ്റെ ഇതിലൊക്കെ തന്നെ അല്ലെങ്കിൽ സീക്വൻസിലൊക്കെ തന്നെ പല കോസ്റ്റിൽ വരുന്നുണ്ട്. പ്രീമിയം കളക്ഷൻ ഉണ്ട്, മീഡിയം ഉണ്ട്, ലോ റേഞ്ച് ഉണ്ട്. ലോ റേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്തൊക്കെ 2 ദിവസത്തിനുള്ളിൽ കളർ ഫുള്ള് ഫെയ്ഡ് ആവും ഹാൻഡ് വർക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ. പിന്നെ ഇത് ഫുള്ള് ഡൈ ചെയ്തിട്ടുള്ളതാണ്, ഡ്രൈ വാഷ് മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത് കേട്ടോ, അതും കൂടെ പറയട്ടെ. അപ്പം നെക്ക് ഇതൊക്കെ ഇങ്ങനെ പാരലൽ, പിന്നെ അത്യാവശ്യം ലോങ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു 50+, 52+ ഒക്കെ, 52 അല്ല 54ന്റെ ഒക്കെ ലെങ്ത് വരുന്ന ആളുകൾക്ക് വരെ ചെയ്യാനായിട്ട് പറ്റും. 4XL to 5XL ആണ് സൈസ് വരിക കേട്ടോ, അത്രയാണ് കിട്ടുക. ഓക്കെ, അപ്പൊ നെക്ക് പാർട്ട് ഇതുപോലെ വരും. സ്ലീവ് പോർഷൻ ഇങ്ങനെ സൈഡിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സൈഡ് പോർഷനിലാണ് സ്ലീവിന്റെ ഏരിയ വരുന്നത് കേട്ടോ. ഇങ്ങനെ നല്ലൊരു ഷെയ്ഡാണ്, ഒരു കോപ്പർ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടാൻ ഷെയ്ഡ്, ടാനും കോപ്പറും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഷെയ്ഡ് കേട്ടോ. അപ്പൊ അതിലേക്ക് ബോട്ടം വരുന്നത് ജാം കോട്ടണിൽ വരുന്ന ബോട്ടാണ്. ജാം കോട്ടൺ ബോട്ടാണ് ഇതിലേക്ക് വരുന്നത്. നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ബോട്ടം, നല്ല നമുക്ക് സിഗരറ്റ് ബോട്ടൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് കിടക്കുന്ന ബോട്ടാണ് കേട്ടോ. അപ്പൊ ഇതാണ് നെക്ക് പാർട്ട്. സ്ലീവും ഇമാജിൻ ചെയ്യണം, സ്ലീവും ഇതുപോലെ വരും. നിങ്ങൾക്ക് അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള ഫോമിലാണ് കിട്ടുക കേട്ടോ.
അതിലേക്ക് ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ട. നോർമൽ നമ്മൾ എപ്പോഴും വൺ സൈഡ് ബോർഡേഴ്സ് അങ്ങനെയാണല്ലോ കാണാറ്. ഇത് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈഡിൽ തിൻ സിംഗിൾ ലൈൻ ആയിട്ടുള്ള കട്ട് ബീഡ്സിൽ ഇത് കൊടുത്തിട്ട് കോർണർ പോർഷനിലായിട്ട് നമ്മുടെ ആ ടോപ്പിന്റെ സെയിം വർക്ക് ഉണ്ടല്ലോ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുക കേട്ടോ. നല്ലൊരു റെഡിഷ് മെറൂൺ ടോണും അതിലേക്ക് ഡാർക്ക് ടാൻ വിത്ത് ഒരു കോഫി ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ് കേട്ടോ. അപ്പൊ ഇതാണ് ഐറ്റം വരുന്നത്. പൊള്ളിയായിട്ട് ഞാൻ ഷോൾ ഇട്ടത് കാണിച്ചത് കേട്ടോ. നല്ല അടിപൊളി പീസാണ്. ഞാൻ ചെയ്തുകൊണ്ട് ഞാൻ പറയല്ല, അടിപൊളി പീസാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ 10 പീസ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അതും ഓഫർ റേഞ്ച് ആണ്. 1 മന്തിന് ശേഷമായിരിക്കും ഡിസ്പാച്ചിങ് ഉണ്ടായിരിക്കുക. 6900 കേട്ടോ. ഓക്കെ, ഇതാണ് പീസ് വരുന്നത്. ഇനി ദുപ്പട്ട ഇട്ടേ കാണിച്ചിട്ട് അപ്പൊ ആ ഫൈനൽ ലുക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കിട്ടുമല്ലോ. അപ്പോ നല്ല കംഫർട്ടബിൾ ആണ്. ക്രേപ്പ് ജോർജറ്റ് എന്നുള്ള ദുപ്പട്ട നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ വരിക. അതിന് ദുപ്പട്ട സൈഡിൽ ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ ദുപ്പട്ടയുടെ സൈഡ്സിലൊക്കെ ഡിസൈൻ വരുന്ന രീതിയിലാട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. കോർണർ പോർഷനിൽ ഇങ്ങനെ വരും അല്ലേ. അപ്പൊ ഡാർക്ക് ടോൺ നല്ല വിസിബിൾ ആയിരിക്കും. ടോപ്പ് വരുന്നത് ഇങ്ങനെ അത്യാവശ്യം നല്ല ലെങ്തി പാറ്റേണിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഭയങ്കര ലോങ് ആക്കണില്ല വീഡിയോ ഞാൻ. ഇപ്പൊ തന്നെ അത്യാവശ്യം ലോങ് ആയിട്ടുണ്ടോ. അപ്പൊ ഇങ്ങനെ ഓക്കെ, നല്ല സാധനം കേട്ടോ. നല്ല ക്ലാസി ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഡിസൈൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് നമ്മൾ താഴെ ഒരു വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം, അതിലേക്ക് സെൻഡ് ചെയ്യുക, ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ. ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 1 മന്തിന് ശേഷമായിരിക്കും ഡിസ്പാച്ചിങ് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഇനി ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യണം എന്നാണെങ്കിൽ മെഷർമെന്റ് സെൻഡ് ചെയ്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തരും. കളർ കസ്റ്റമൈസേഷൻ ഈ ഒരു നമ്മുടെ ഈ ഒരു സീരീസിൽ പോസിബിൾ അല്ല, കാരണം നമ്മൾ സിംഗിൾ ടോണിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്നതിൽ ഒരു 5 to 10% വാരിയേഷൻ ആയിട്ട്, പക്ഷെ ബെസ്റ്റ് ഷെയ്ഡാണ്, ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ. റയർ ആയിട്ടൊരു കോമ്പിനേഷനാണ് വരുന്നത്. നല്ല സ്പെഷ്യൽ ഡിസൈനും സ്പെഷ്യൽ റേറ്റും 6900 കേട്ടോ. അപ്പൊ അത്രയുള്ളൂ. നെക്സ്റ്റ് ഡിസൈൻ വരാം. അതായിരിക്കും ബൈ.